അലി സാഹിബ്, ഇബ്രാഹിം കുഞ്ഞി, ആര്യാട് മുഹമ്മദ്, ഇങ്ങനെ തുടങ്ങിയ മന്ത്രിമാരൊക്കെ വന്നിട്ട് വലിയ എല്ലാവരും ഇട്ട് അതിൻ്റെ ഒരു ഭാഗം തറക്കല്ലിട്ട്, കുറേ ഭാഗം ഉണ്ടല്ലോ, അത് കുറച്ച് അവിടെ നിർത്തി വെച്ചിട്ടുണ്ട്. ഇനി തറക്കല്ലിടലുണ്ടാകുമ്പോൾ നാളെ അല്ല തറക്കല്ലിട്ട് എന്ന് ചോദിക്കണ്ട. നാളെ ഇട്ടത് വേറെയാണ്, ഇനി ഇടാൻ പോകുന്നത് വേറെയാണ്, ഇനിയും കുറേ ഇടാനുണ്ട്. മനസ്സിലായോ? ഇതിനെല്ലാം കൂടി ആ 125 ഏക്കറിലേക്ക് കടക്കുന്നത് ബിസ്മി ചൊല്ലി കടന്ന് അവിടെ കുറ്റിയടിക്കുന്നത് താജുൽ ഉലമയായിരുന്നു. 313 സയ്യിദന്മാരെ ക്ഷണിച്ചു വരുത്തി. സയ്യിദന്മാര് മാത്രം 313 ആളുകളെ ക്ഷണിച്ച് കുറ്റിയടിക്കാൻ തീരുമാനിച്ചു. 1000-ഓളം സയ്യിദന്മാർ വന്നു, ധാരാളം മറ്റ് പ്രവർത്തകരും വന്നു, കുറ്റിയടിച്ചു. അതിനുശേഷം ഇപ്പോൾ തറക്കല്ലിടൽ കഴിഞ്ഞു. പിറ്റേന്ന് ഒരാളിൻ്റെ അതൊക്കെ തട്ടിപ്പാണ്. അപ്പൊ അത് നമ്മൾ കേൾക്കണ്ട. നമുക്കിവിടെ ഖുർആൻ പ്രചരിപ്പിക്കണം, ദീന് പ്രചരിപ്പിക്കണം, വിദ്യാഭ്യാസം ഉണ്ടാക്കണം. മത ഭൗതിക സാങ്കേതിക വിദ്യ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസം നമുക്ക് വേണം. അതിന് നമ്മുടെ സമുദായത്തിന് പഠിക്കാനുള്ള സ്ഥലങ്ങൾ വേണം, സൗകര്യങ്ങൾ വേണം. അതെല്ലാവർക്കും ചെയ്യാൻ കഴിയില്ല. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, മർക്കസ് തഖാഫത്ത് സുന്നിയുടെ പേരിലാണ് ഈ പരിപാടി ഇവിടെ നടത്താൻ നമുക്ക് ജായിസത്തുൽ ഖുർആൻ അനുമതി നൽകിയിട്ടുള്ളത്. മർക്കസ് തഖാഫത്ത് സുന്നിക്ക് ഒരു ഓഫീസ് പ്രവർത്തിക്കാൻ ഇവിടെ ദായിറത്തുൽ ഔഖാഫ് അനുമതി തന്നിട്ടുണ്ട്. അവിടെ മദ്രസ നടക്കുന്നുണ്ട്, അവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ തൗഫീഖ്. ഇന്ന് അത് കുറച്ചുകൂടി വികസിപ്പിക്കണം എന്ന ഉദ്ദേശത്തിലാണ് ഇവിടുത്തെ ഭരണാധികാരിയുടെ ഇമാമായി നിസ്കരിക്കുന്ന ഇമാമിനെ നമ്മൾ കൊണ്ടുവന്നത്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് നമ്മളെപ്പോഴും നല്ലവരായി ജീവിക്കുക. ഖുർആൻ ഇവിടെ നിലനിൽക്കണം, ഖുർആനിന്റെ അർത്ഥവും നിലനിൽക്കണം, തത്വങ്ങളും നിലനിൽക്കണം. അല്ലേ? ഖുർആനിന്റെ തത്വങ്ങൾ എന്താ? ഷാഫിഈൽ മദ്ഹബ് വല്ല മാലിക്കിയോ? ഷാഫിഈൽ മദ്ഹബ്. ഖുർആന്റെ തത്വം അതാണ്. ഇവിടെ UAE-യിലുള്ള ഔദ്യോഗിക ഫത്വ മാലിക്കി മദ്ഹബ് അനുസരിച്ച്. സിറിയയിലുള്ളവരാണ് അവർ, അവിടെ ഷാഫിഈ മദ്ഹബ്. മറ്റേ തുർക്കി, അവിടെ ഹനഫി മദ്ഹബ്. ഇന്ത്യ രാജ്യത്ത് കേരളത്തിലും കേരളത്തിന്റെ പുറത്ത് ഒരു 25% ഷാഫി മദ്ഹബ്, ബാക്കിയുള്ളത് ഹനഫി മദ്ഹബ്. അങ്ങനെ ലോകത്തൊട്ടാകെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഈ 4 മദ്ഹബിന്റെ ഇമാമുകളാണ് ഇവിടെ. അവർ രേഖപ്പെടുത്തി വെച്ച മസലകളാണ് ആലിമ്യങ്ങൾ ഫത്വ കൊടുക്കുന്നത്. നമ്മളിവിടെ തർക്കം സംസാരിക്കുകയല്ല. അല്ലാത്തവരെ വഴിക്ക് പോയിക്കോട്ടെ, അതിന് നമ്മൾക്കൊന്നും ഇല്ല. എന്നാൽ അങ്ങനെ പരിശുദ്ധ ഖുർആനിന്റെ തത്വം ആ വലിയ മഹത്തുക്കളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചതനുസരിച്ച് അൽഹംദുലില്ലാഹ് ഇന്നും ലോകത്ത് നിലനിൽക്കുകയാണ്. അത് നിലനിൽക്കുക തന്നെ ചെയ്യും. അതിനെയും നമുക്കിവിടെ നിലനിർത്തണം. അതിനാണ് നമ്മുടെ സ്ഥാപനങ്ങൾ നമ്മളവിടെ സ്ഥാപിച്ചു കൊണ്ട് നടത്തി വരുന്നത്. അതുപോലെ നമ്മുടെ സമുദായം വളരെ പിന്നോക്കമായി വെറും ഹോട്ടലിൽ, റെസ്റ്റോറന്റുകളിൽ മേശ നടക്കുന്നവരായി മാറിപ്പോകരുത്. ഉന്നതമായ ഉദ്യോഗം വഹിക്കുന്നവരാവണം, വലിയ സ്ഥാനമുള്ളവരാവണം. അതിനാണ് പ്രൊഫഷണൽ വിദ്യാഭ്യാസം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നമ്മൾ നൽകുന്നത്. അതിനാണ് ഇപ്പോൾ നോളേജ് സിറ്റി ഞങ്ങൾ പ്രത്യേകമായി രൂപം കൊടുത്തിട്ടുള്ളത് എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. അതുകൊണ്ട് നാം എല്ലാവരും അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനും ആ ഖുർആനിന്റെ അക്ഷരവും ഖുർആനിന്റെ ഓത്തും അതിന്റെ തജ്വീദും അതിന്റെ ഹിഫ്ളും അതിന്റെ മഅനയും തത്വങ്ങളും ലോകത്ത് നിലനിർത്തിക്കൊണ്ട് നല്ലവരായി ജീവിക്കാൻ ശ്രമിക്കുക. ടെററിസം, ഭീകരത, തീവ്രത അത് ഒരിക്കലും വിജയമല്ല, അനുവദനീയമല്ല. ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. മറിച്ച് സമാധാനത്തിലൂടെ, ഐക്യത്തിലൂടെ നമ്മുടെ ആശയങ്ങളും നമ്മുടെ മാർഗങ്ങളും ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത്
നേരത്തെ അറബി പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ എല്ലാവരെയും നല്ല വഴിക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക, അതിനുവേണ്ടി അധ്വാനിക്കുക. അതാണ് നമ്മുടെ പ്രവർത്തനം വേണ്ടത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് ഒരുപാട് സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുഅ്മിനീങ്ങളായ നിങ്ങളുടെ ദുആ കൊണ്ട്, നിങ്ങളെപ്പോലെയുള്ള ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങൾ ദുആ ചെയ്തതുകൊണ്ട് അൽഹംദുലില്ലാഹ് നമുക്ക് വിജയങ്ങൾ കൈവരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ നിർത്തുന്നു. ഇവിടെ മർക്കസ് സഖാഫത്തുനിയയിൽ ഞങ്ങൾ 4-5 മാസം മുമ്പ് ഒരു ദൗറത്തുൽ ഖുർആൻ ആരംഭിച്ചു. എന്താണ് ദൗറത്തുൽ ഖുർആൻ? 4 മാസം കൊണ്ട് ഒരു ഖത്തം തീർക്കുക. ഏറ്റവും താഴെ മർത്തബയിൽ ഒരു ദിവസം 5 പേജ് ഓതുക. അങ്ങനെ 4 മാസം കൊണ്ട് ഒരു ഖത്തം തീർക്കുക. അതിലധികം ദിവസം ഒരു ജുസു ഓതുന്നവരുണ്ട്, 2 ജുസു ഓതുന്നവരുണ്ട്, 15 ജുസു ഓതുന്നവരുണ്ട്, ഒക്കെ ഉണ്ട്. അങ്ങനെ 4 മാസം കൂടുമ്പോൾ അവിടെ വന്നിട്ട് ആ ഓതിത്തത്തെ ഖത്തമെല്ലാം ദുആ ചെയ്യുക. കൂടാതെ ഒരു 5000-ഓളം ആള് അവിടെ വന്നാൽ ആ ആളുകൾ മുഴുവനും ഒരു ജുസ് ഖുർആൻ അവിടെ മർക്കസിൽ വെച്ച് ഒരേ സമയത്ത് ഓതുക. മർക്കസിലുള്ള വിദ്യാർത്ഥികൾ, അവിടെ താമസിക്കുന്ന 5000-ലധികം, ഏകദേശം 8000-ഓളം വരുന്ന കുട്ടികൾ, ബാക്കിയുള്ള കുട്ടികളൊക്കെ വൈകുന്നേരം പോവും. പിന്നെ മറ്റ് ബിൽഡിങ്ങുകളിലൊക്കെ താമസിക്കുന്നവരുമുണ്ട്. അവിടെ താമസിക്കുന്നവർ എല്ലാം ഖുർആൻ ഓതി, ഒരു ജുസു ഓതി, അങ്ങനെ എത്രയോ ആയിരക്കണക്കിന് ഖത്തം തീർത്ത് ദുആ ചെയ്യുന്ന ഒരു പരിപാടി ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അത് മരിച്ചവർക്ക് വേണ്ടി ഓതുന്നവരുണ്ട്. ആ ഓതുന്നത് മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നു, അവിടെ വിവരം അറിയിക്കുന്നു, ദുആ ചെയ്യുന്നു. അതുപോലെ ഇന്ന് നമ്മുടെ ഈ സദസ്സിൽ 10,786 ഖത്മ് തീർത്തതായി കേരള മുസ്ലിം KMIC എന്ന് എഴുതിയാൽ മുസ്ലിം എന്നോ മലബാർ എന്നോ എനിക്ക് കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ അറിയിച്ചിട്ടുണ്ട്. അത് അങ്ങനെ എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സ് കബൂൽ ചെയ്യുമാറാകട്ടെ. റമളാനിന്റെ ഭാദ്ര സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ കൂടുതൽ ഇജാബത്ത് ചെയ്യുന്ന ഓരോ സെക്കൻഡുകളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ബദർ ദിനം കഴിഞ്ഞു. ബദർ റമളാനിന്റെ 17-നാണല്ലോ ബദർ. ആ ബദർ കഴിഞ്ഞു. ബദറിന്റെ രണാങ്കണത്തിൽ യോദ്ധാക്കളായ മഹാന്മാരായ സഹാബത്ത് അണിനിരന്നത് ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉൽയാ, അല്ലാഹുവിന്റെ ദീൻ ഇവിടെ നിലനിൽക്കാൻ വേണ്ടിയാണ്, അല്ലാതെ മറ്റൊരു ഭൗതിക നേട്ടത്തിന് വേണ്ടിയല്ല. ശത്രുക്കൾ യുദ്ധം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിന് പ്രതികരണം എന്ന നിലക്ക്, ഡിഫൻസ് എന്ന നിലക്ക് ബദർ യുദ്ധമുണ്ടായി. അതുപോലെ മറ്റുള്ള യുദ്ധങ്ങളും ഉണ്ടായി. പറയാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. അങ്ങനെ ഇസ്ലാം ഒരിക്കലും അക്രമത്തിന് വേണ്ടിയോ അട്ടിമറിക്ക് വേണ്ടിയോ യുദ്ധം നടത്തിയിട്ടില്ല. മറിച്ച് ശത്രുക്കൾ യുദ്ധം തുടങ്ങിയപ്പോഴാണ് ഇങ്ങോട്ട് തുടങ്ങിയത്. അല്ലാഹു തആല തന്നെ ഖുർആൻ സൂറത്ത് തൗബയിൽ അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. അവരാണ് ആദ്യം യുദ്ധം തുടങ്ങിയത്, നമ്മളല്ല. ആ യുദ്ധത്തിന്റെ പ്രതികാരം, അതിന്റെ ഡിഫൻസ്, അതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അത് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി, അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദ് ഇവിടെ നിലനിൽക്കുന്നതിന് വേണ്ടി, ഇസ്ലാമിന്റെ അന്തസ്സും യശസ്സും അഭിമാനവും ഇസ്സത്തും ലോകത്ത് നിലനിൽക്കുന്നതിന് വേണ്ടി മാത്രമാണ് അസ്ഹാബുൽ ബദർ അത് ചെയ്തിട്ടുള്ളത്. ആ സ്മരണ പുതുക്കുന്ന നാം എല്ലാവരും അള്ളാഹുവിന് തഖ്വ ചെയ്യാൻ, അള്ളാഹുവിനെ ഭയപ്പെടാൻ അങ്ങേയറ്റം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി, അലം യഅ്നി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അള്ളാഹുവിന്റെ കടുപ്പമായൊരു ചോദ്യം. അലം യഅ്നി ലില്ലദീന ആമനൂ,
ഓ മുഅ്മിനീങ്ങൾക്ക് സമയമായില്ലേ, അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അല്ലാഹുവിനെ ഓർക്കുന്നതിന് വേണ്ടി, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് അവരെ ഹൃദയം ഭയപ്പെടാൻ ഇനിയും സമയമായില്ലേ മുഅ്മിനേ? നിനക്ക് വയസ്സെത്രയായി? നിനക്കെന്തെല്ലാം നിഅമത്ത് അല്ലാഹു തന്നു. നിനക്ക് അല്ലാഹു ഭക്ഷണം തന്നു, വെള്ളം തന്നു, സമ്പത്ത് തന്നു, ആരോഗ്യം തന്നു, ബുദ്ധി തന്നു, ജോലി തന്നു. ഇതെല്ലാം ചെയ്ത അല്ലാഹുവിനെ ഓർക്കാൻ, അല്ലാഹുവിനെ ഭയപ്പെടാൻ ഇനിയും സമയമായില്ലേ മനുഷ്യ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു. അതുകൊണ്ട് നാം എല്ലാവരും അല്ലാഹുവിനെ ഭയപ്പെട്ട്, അല്ലാഹുവിന് വഴിപ്പെട്ട്, അല്ലാഹുവിന്റെ കൽപ്പന സ്വീകരിച്ച് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇത്തിബാഉം അവിടത്തോടുള്ള മഹബത്തും ഉണ്ടാക്കി അവിടത്തെ ജിവാറിൽ ഒരുമിച്ച് കൂടാൻ പരിശ്രമിക്കുക. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം, ആ മഹത്വത്തിൽപ്പെട്ടതാണ് പരിശുദ്ധ ഖുർആൻ. അവിടുത്തെ മഹത്വത്തിൽപ്പെട്ടതാണ് പരിശുദ്ധ റമളാൻ. ആ മഹത്വത്തിൽപ്പെട്ടതാണ് ലൈലത്തുൽ ഖദ്ർ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ എന്ന് പറയുന്ന അവസാനത്തെ 10 വരാനിരിക്കുന്ന ലൈലത്തുൽ ഖദ്ർ, ഇതെല്ലാം അല്ലാഹുവിന്റെ ഹബീബിന് അല്ലാഹു തആല പ്രത്യേകമായി കൊടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. അത് അവിടുത്തെ ഉമ്മത്തുകളായ സാധുക്കളായ നമുക്ക് തന്നിട്ടുള്ളതാണ്. നാം അതിനെല്ലാം മുതലാക്കണം, അതിനുവേണ്ടി ലാഭമെടുക്കണം എന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് പിന്നെ അവിടെ ഇരിക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വള്ളിയർമാരൊക്കെ അവിടെ പോയി, എല്ലാ വള്ളിയർമാരും വരും ദ്വാരക്കാൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداء الإسلام والمسلمين. اللهم احفظ هذه البلاد وحكامها وشعبها من كل سوء ومكروه يا أرحم الراحمين. اللهم احفظ سمو الشيخ خليفة بن زايد آل نهيان من كل مرض وآفة ومكروه يا أرحم الراحمين. اللهم احفظ سمو الشيخ محمد بن راشد من كل سوء ومكروه يا أرحم الراحمين. اللهم احفظ سمو الشيخ محمد بن زايد وسائر حكام هذه البلاد وشعبها من كل مكروه يا أرحم الراحمين. اللهم اجعلنا من نطقاء شهر رمضان. اللهم اجعلنا من نطقاء شهر رمضان. اللهم اجعلنا من نطقاء شهر رمضان يا أرحم الراحمين. അർഹമുറാഹിമായ മലിക്കുൽ മുലൂക്കായ റബ്ബേ, അടിയങ്ങളായ ഞങ്ങളുടെ സർവ്വ ദോഷങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പ് ചെയ്യണം റഹ്മാനേ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ശിഷ്യന്മാർ, ഭാര്യ സന്താനങ്ങൾ, ബന്ധപ്പെട്ടവർ എല്ലാവരുടെ ദോഷങ്ങളും പൊറുക്കണം റഹ്മാനേ. അർഹമുറാഹിമായ അല്ലാഹ്, ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും പൊറുത്ത് നിന്റെ സാലിഹീങ്ങളായ അടിമകളിൽ പെടുത്തണം റഹ്മാനേ. ഞങ്ങളുടെ സർവ്വ രോഗങ്ങളും ശിഫയാക്കണം റഹ്മാനെ. സർവ്വ രോഗങ്ങളും ശിഫയാക്കണം റഹ്മാനെ. റഹ്മുറാഹിമേ, ഞങ്ങളുടെ ഈ മാതാപിതാക്കൾ, കുടുംബങ്ങൾ, ബന്ധുക്കൾ, പ്രിയക്കാര് ആര് ജീവിച്ചിരിക്കുന്നുവോ അവരുടെ എല്ലാവരുടെയും രോഗങ്ങൾ ശിഫയാക്കണം റഹ്മാനെ. ക്യാൻസർ രോഗം, കിഡ്നി രോഗം, ഹാർട്ട് രോഗം തുടങ്ങിയ കുട്ടവ്യാധി, വെള്ളപ്പാട് തുടങ്ങിയ ഭയങ്കരമായ എല്ലാ രോഗങ്ങളെ തൊട്ടും ഞങ്ങളെ നീ കാക്കണേ അല്ലാ. നീ രക്ഷപ്പെടുത്തടേ അല്ലാ. നീ കാത്ത് രക്ഷിക്കടേ അല്ലാ. ഞങ്ങളിലുള്ള സർവ്വ രോഗങ്ങളും നീ ശിഫയാക്കി തരണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾക്ക് മാത്രമല്ല ഞങ്ങളെയും ഞങ്ങളെ സ്ഥാപനങ്ങളെയും ഞങ്ങളെ ദീനീ പ്രവർത്തനങ്ങളെയും സഹായിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ
ലോകത്തിന്റെ നാനാ ഭാഗത്തുമുണ്ട്. സൗദി അറേബ്യയിൽ, അതുപോലെ കുവൈത്ത്, ഖത്തർ, ബഹ്റൈൻ, ഒമാൻ, UAE തുടങ്ങിയ എല്ലാ തലങ്ങളിലും പടച്ചവനെ ഞങ്ങളെ സഹായിക്കുന്ന, ഞങ്ങളെ സ്ഥാപനങ്ങളെ വളർത്തുന്ന ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങളുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരുണ്ട്. അവർക്കെല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ, അവർക്ക് നീ റഹ്മത്ത് ചെയ്യണേ അല്ലാ. അവിടെയെല്ലാമുള്ള ജോലി പ്രശ്നങ്ങൾ നീ പരിഹരിച്ചു കൊടുക്കണേ അല്ലാ. നിതാഖാത്തും ഹുറൂബും അങ്ങനെ പലതുമുണ്ട്. അതെല്ലാം നിയമപരമായി കൈകാര്യം ചെയ്തു നല്ല പോലെ ജോലി സമ്പാദിക്കാനും ജീവിക്കാനും നീ തൗഫീഖ് ചെയ്യണം റഹ്മാനേ, നീ തൗഫീഖ് ചെയ്യണം റഹ്മാനേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഹിബ്ബീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാനേ. അവിടുത്തെ ശഫാഅത്ത് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം റഹ്മാനേ. അവിടുത്തെ ശഫാഅത്തും ഹൗദുൽ കൗസറും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം റഹ്മാനേ. അവിടുത്തവനെ ഇന്ന് മർക്കസിന്റെ പേരിലുള്ള ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വളണ്ടിയർമാരായി വന്നവരും, കഴിഞ്ഞ ദിവസം ജാമിയ സഅദിയക്ക് വേണ്ടി വളണ്ടിയർമാരായവരും, എല്ലാ വളണ്ടിയർമാർക്കും പ്രവർത്തകർക്കും നീ പ്രത്യേകം ബർക്കത്ത് ചെയ്തു കൊടുക്കണം റഹ്മാനേ. അവരെ ജോലിയിൽ ബർക്കത്ത് ചെയ്യണം റഹ്മാനേ. അവിവാഹിതർക്ക് നല്ല ഇണകളെ നൽകണം റഹ്മാനേ. സന്താനങ്ങളില്ലാത്ത എല്ലാവർക്കും നല്ല സന്താനങ്ങൾ നൽകണം റഹ്മാനേ. ഭാര്യമാര് ഗർഭിണികളായവരുണ്ട്, അവർക്കെല്ലാം നീ സുഖപ്രസവം നൽകണം റഹ്മാനേ. പരിശുദ്ധ ഹജ്ജ് ചെയ്യാനും ഉംറ ചെയ്യാനും സിയാറത്ത് ചെയ്യാനും ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനേ. ഞങ്ങളുടെ യാത്രയിലും ഞങ്ങളുടെ എല്ലാ സമയത്തും നീ ഞങ്ങൾക്ക് തുണയാവണേ അല്ലാ. നിന്റെ ഹിഫ്ള് ഞങ്ങൾക്ക് നൽകണമല്ലാ, നിന്റെ ഹിർസ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. നിന്റെ ഹിഫ്ളിലും ഹിർസിലും സലാമത്തിലുമായി ഞങ്ങളെ നീ നിന്റെ റഹ്മത്ത് കൊണ്ട് നോക്കണേ അല്ലാ. നിന്റെ ഒളബിന്റെ നോട്ടം ഞങ്ങളിലേക്ക് ഉണ്ടാവല്ലേ അല്ലാ. യതീമക്കളെ പോറ്റാനും മുതഅല്ലിമീങ്ങളെ വളർത്താനും പരിശുദ്ധ ഖുർആനിന്റെ പ്രചാരണത്തിനും എല്ലാ കഴിവും ഇസ്സത്തും ഞങ്ങൾക്ക് ഏറ്റി തരണം റഹ്മാനേ. വർദ്ധിപ്പിച്ചു തരണം റഹ്മാനേ. റഹ്മാനായ അല്ലാ, ഒരു സ്ഥലത്തും ഞങ്ങളെ നീ തളർത്തിക്കളയല്ലേ അല്ലാ. എല്ലാ ശത്രുക്കളുടെ ശത്രുതയിൽ നിന്നും രക്ഷപ്പെടുത്തി തരണം റഹ്മാനേ. സാഹിരീങ്ങളെ സിഹറിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാനേ. ചതിയന്മാരെ ചതിയിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാനേ. ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയവരുടെ ഖബറിലെ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കണം റഹ്മാനേ. ഞങ്ങളെ ഉസ്താദുമാരും മാതാപിതാക്കളും തിൽമീദുമാരും മക്കളും പലരും മരണപ്പെട്ടു പോയവരുണ്ട്. അവരുടെ ഖബറുകൾ നീ സ്വർഗ്ഗത്തോപ്പാക്കണം അല്ലാ. അവർക്ക് നീ റഹ്മത്ത് ചെയ്യണം അല്ലാ. ബഹുമാനപ്പെട്ട ഷെയ്ഖ് സായിദ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ രാജ്യത്തെ വളർത്തി എല്ലാ പാവങ്ങൾക്കും ഗുണം ചെയ്ത ആ മഹാനവതികളെ ഖബറിനെ നീ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കണം റഹ്മാനേ. അതുപോലെ ഷെയ്ഖ് റാഷിദ് അൽ മക്തൂം, ഷെയ്ഖ് മക്തൂം റാഷിദ്, അവർക്കെല്ലാവർക്കും അവരുടെ ഖബറിനെ നീ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കണം റഹ്മാനേ. അവരെയും അവരുടെ സന്താന പരമ്പരകളെ മുഴുവനും നീ ഇസ്സത്തിലാക്കണം റഹ്മാനേ. സാധുക്കളായ ഞങ്ങളോട് കരുണ കാണിക്കുന്ന, റഹ്മത്ത് കാണിക്കുന്ന ഭരണാധികാരികളാണ്. അതേ കരുണ കൊണ്ട് നീ അവർക്ക് കരുണ ചെയ്യണം റഹ്മാനേ. ഞങ്ങളോട് നീ കരുണ കാണിക്കണം റഹ്മാനേ. നിന്റെ റഹ്മത്ത് ഞങ്ങൾക്ക് നൽകണം റഹ്മാനേ. ഞങ്ങളെ ദുആ നീ കബൂൽ ചെയ്യണം അല്ലാ. പരിശുദ്ധ റമളാൻ മാസത്തിൽ എല്ലാ ദോഷങ്ങളും പൊറുക്കപ്പെട്ടതായി മാസം ഗുണമായി സാക്ഷി നിൽക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി തരണം.